RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപക്ഷർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താന്ന് പറയാ. ബാഴ്സലോണ ആരാധകർക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. കുറെ പേര് അറിഞ്ഞിട്ടുണ്ടാവും, അറിഞ്ഞവർക്ക് ഇന്ന് ഉറക്കം പോയിട്ടുള്ള കാര്യം സംശയമൊന്നുമില്ല. അറിയാത്തവർ നാളെ രാവിലെ എണീക്കുമ്പോഴാണ് ഈ ന്യൂസ്, ഈ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ ഈ രണ്ട് ബോംബ് പൊട്ടിയതിന്റെ ന്യൂസ് അറിയാൻ പോകുന്നത്. മറ്റൊന്നല്ല, ക്യാൻസലോ ബാഴ്സലോണയ്ക്ക് വന്നു. അതേപോലെ തന്നെ റോഡ്രി രണ്ടാഴ്ചക്കാലമായിട്ട് ബാഴ്സ ആരാധകരെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയ ഒരു ട്രാൻസ്ഫർ വിൻഡോ ആയിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് ആദ്യം 50 മില്യന്റെ ബിഡ് സമർപ്പിച്ചു, പിന്നെ 60 മില്യന്റെ ബിഡ് സമർപ്പിച്ചു. അതിനുശേഷം എന്താ ഫൈനലി 76 മില്യൺ ടോട്ടൽ ആഡോൺസ് എല്ലാം ചേർത്തിട്ട് ടോട്ടൽ 76 മില്യൺ റോഡ്രിയെ സൈൻ ചെയ്തിരിക്കുക. അതിന്റെ അടിയിലൂടെയാണ് ഈ ക്യാൻസലോ ന്യൂസും കൂടി വന്നത്. ക്യാൻസലോ കാര്യം തന്നെ നമുക്ക് ആദ്യമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ്. എന്താ ചങ്ങായി പറഞ്ഞാൽ ഇത്രമാത്രം പാഷനേറ്റ് ആയിട്ടും ഒരു ക്ലബിന് എത്രമാത്രം ആ ഒരു ബാറ്റ്സിന് വേണ്ടി ഇത്രമാത്രം നെഞ്ചിലേറ്റിയ ഒരു പ്ലെയർ ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും. എന്താ കാരണം പറഞ്ഞാൽ ഈ ചങ്ങായി അൽഹിലാലിൽ ലോണിന് ശേഷം അൽഹിലാലിൽ തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് അവിടെ പ്രാക്ടീസ് സെക്ഷനിലും ബാഴ്സയുടെ സ്റ്റാറ്റസ് സ്റ്റോറി ഇടുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അത്രമാത്രം ബാഴ്സയെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കാരണം പറഞ്ഞാൽ ഇയാള് ഇന്റർ മിലാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ അൽഹിലാലിലായിട്ട് ചങ്ങായി പറയുന്നത്, ഞാൻ ഇനി ഒരു ക്ലബിലേക്ക് പോകണേ അത് ബാഴ്സലോണയ്ക്ക് മാത്രം. അതാണ് ആ ഒരു ക്ലബിനോടുള്ള പ്രണയം എന്ന് പറയുന്ന ചങ്ങായിക്ക്. ചങ്ങായി 2 തവണ ലോണിൽ വന്നു. ഒരിക്കലും ബാഴ്സലോണ അയാളെ വില കൊടുത്ത് 10 മില്യൺ എന്തോ ഉണ്ടായിരുന്നുള്ളൂ, അത് കൊടുത്ത് സൈൻ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഫ്രീ ഏജന്റ് ആയിട്ട് ഇപ്പോ എന്താ പറയാ, ഈ എഗ്രിമെന്റും ടെർമിനേറ്റ് ചെയ്തിട്ടാണ് ചങ്ങായി, ആ ഒരു ഡീലും ടെർമിനേറ്റ് ചെയ്തിട്ടാണ് ആള് ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ വരുന്നത്. അങ്ങനെ രണ്ട് ക്ലബ്ബുകൾ തമ്മിൽ ധാരണയെത്തിയിട്ടാണ് ക്യാൻസലോ ഫ്രീ ഏജന്റ് ആയിട്ട് അവരുടെ സാലറി അടക്കം അവിടെ കൊടുത്തിട്ടാണ് ചങ്ങായി അലിഖിലാലിൽ നിന്ന് ബാഴ്സലോണയ്ക്ക് വരുന്ന ഒരു ന്യൂസാണ്. ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്ക് റോഡ്രിയുടെ സൈനിനേക്കാൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയൊരു കാര്യമാണ്. ചങ്ങായി 2023-24 സീസണിൽ ലോണിൽ ബാഴ്സലോണ വന്ന് നല്ല പ്രകടനം കാഴ്ചവെച്ചു. ആര്? സാബിയുടെ കീഴിൽ. അതിനുശേഷം ഹൻസി ഫ്ലിക്കിന്റെ അണ്ടറിൽ 2026 ലോണിൽ വന്നു ജനുവരിയിൽ. അതോടുകൂടിയിട്ട് വീണ്ടും തിരിച്ച് അൽഹിലാലിലേക്ക് പോവാണ്. അങ്ങനെ അൽഹിലാലിൽ നിൽക്കുന്ന സമയത്ത് അൽഹിലാലിൽ പോയിട്ട് അവിടെ നിന്ന് ഇന്റർ മിലാൻ സൈൻ ചെയ്യാൻ വേണ്ടി എല്ലാ പരിപാടികളും, അവിടെ നിന്ന് പ്ലെയറെ എക്സ്ചേഞ്ചിനുള്ള എല്ലാ പരിപാടികളും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. 10 മില്യൺ ആണ് അവിടുത്തെ ക്യാൻസലോയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽഹിലാൽ. അതെല്ലാം റെഡി ആയി നിൽക്കുന്ന സമയത്താണ് ഈ ചങ്ങായി പറയുന്നത്, എനിക്ക് ബാഴ്സയിലേക്ക് പോവാണെങ്കിൽ പോയാൽ മതി, വേറെ ക്ലബിലേക്ക് ഞാൻ പോകാൻ തയ്യാറല്ലാന്ന്. അങ്ങനെ ഫൈനലി ആ ഒരു മൂവ്മെന്റ് കൂടെ നടന്നിരിക്കുകയാണ്. അപ്പോ ബാക്കുകളിൽ ഇപ്പൊ ഇനി എന്തായാലും ആ ഒരു ലെഫ്റ്റ് ബാക്കിൽ ക്യാൻസലോയും ബാൽഡയും അതേപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പൊ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്നാലും തീ പാറിയ ഒരു പോരാട്ടം ആ ഒരു വിങ്ങിന് വേണ്ടിയിട്ടുള്ള കളി. അതേപോലെ ക്യാൻസലിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് വിങ്ങുകളിലും കളിക്കാൻ പറ്റും. അതേപോലെ ഒരു വിങ്ങിൽ മാറുന്നതോട് കൊണ്ടേ സെന്റർ ബാക്ക് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റോഡ്രിയുടെ ന്യൂസ് വരുന്നത്, ഫാബ്രിയാസ് റൊമാരോന്റെ ലൈവ് വരുന്നത്, ഹെയർ വീക്കോ അതും കൂടി കിട്ടിയപ്പോ അങ്ങനെ നെട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈനിങ് പ്രതീക്ഷ പക്ഷെ നടക്കില്ലേ എന്ന് ചെറിയൊരു ശങ്കയും കാര്യങ്ങളൊക്കെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ എന്താ പറഞ്ഞാൽ 80 മില്യന്റെ മുകളിലേക്കൊന്നും ബാഴ്സ സൈൻ ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഡെക്കോ പൈസ ഉണ്ടെങ്കിൽ ചങ്ങായി ആരിനെയും കൊണ്ടുവരുന്നുള്ള ഇതിലാണ് ഉള്ളത്. അങ്ങനെ റയലിന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് റയൽ കാത്തിരുന്ന പ്ലെയറെ ബാഴ്സലോണ തട്ടിയെടുത്തിരിക്കുന്നു തന്നെ പറയാം. ബാഴ്സലോണയായിട്ട് എഗ്രിമെന്റ് എത്തിയിരിക്കുന്ന രണ്ട് ക്ലബ്ബുകളുടെ ഗ്രീൻ ലൈറ്റ് കത്തിയിരിക്കുകയാണ് റോഡ്രിക്ക് വേണ്ടിയിട്ട്. റോഡ്രി 76 മില്യൺ ആണ് ചെലവാക്കുന്നത് ബാഴ്സലോണ. അതും 30 മില്യൺ സാലറിയാണ് ഇയർലി കൊടുക്കുന്നത്. അപ്പൊ ഏകദേശം 5 കൊല്ലം കൊണ്ട് 227 മില്യണോളം ചെലവിടേണ്ടി വരും ബാഴ്സലോണ ഈ ഒരു റോഡ്രിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ചില ബാഴ്സ ആരാധകർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, ഈ ചങ്ങായി ഇതിനുള്ള വെർത്ത് ഉണ്ടോന്ന്. ഏഹ് ഞാൻ പറയുന്നു, 2 കൊല്ലം കൊണ്ട് ബാഴ്സയ്ക്ക് കിട്ടാണ്ടിരുന്ന പല കാര്യങ്ങളും നേടിത്തന്നിട്ട് ഈ ചങ്ങായി ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് മാഞ്ചസ്റ്റർ സിറ്റിക്കും അതേപോലെ തന്നെ സ്പാനിഷ് പടയ്ക്കും വേണ്ടിയിട്ട്, സ്പാനിഷ് നാഷണൽ ടീമിനും വേണ്ടി ചങ്ങായി തെളിയിച്ചാണ്. ബാലൻഡിയർ വിന്നറാണ്, ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്, അതേപോലെ തന്നെ വേൾഡ് കപ്പ് വിന്നറാണ്, യൂറോ കപ്പ് വിന്നറാണ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ബാക്ക് ടു ബാക്ക് അടിച്ചാണ് പെപ്പിന്റെ കീഴിൽ. പെപ്പിന്റെ വിശ്വസനാണ്. പെപ്പ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സീസണിലും ഈ ചങ്ങായിനെ ഒരിക്കലും വിടില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്നലെ രാത്രി നടന്ന കമ്മ്യൂണിറ്റി ഷീൽഡ് ആഴ്സണലിനെതിരെ 3-0 സിറ്റി പരാജയപ്പെട്ടത്. ആ കളിക്ക് ശേഷമാണ് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോ സിറ്റിയുടെ മുകളിലിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ചങ്ങായിമാര് ചിലപ്പോൾ തീരുമാനിക്കുന്ന റോഡ്രിയെ വിട്ടുകൊടുക്കുക. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു സിറ്റിയുടെ നല്ല പെർഫോമൻസ് അല്ല, അത്രയും മോശമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു സിറ്റിയുടെ മിഡ്ഫീൽഡും അതേപോലെ തന്നെ ഡിഫൻസും കൈവരിച്ചത്. പ്രത്യേകിച്ച് മിഡ്ഫീൽഡ് ആഴ്സണല് ഇവരെ തളർത്തി കളഞ്ഞു പറയില്ല, അമ്മാതിരി ഒരു വിജയം നേടിയത്. അപ്പൊ എന്തായാലും റോഡ്രി ബാഴ്സയിലേക്ക് വന്നു. ബാഴ്സയിലേക്ക് ഇനി മുന്നോട്ട് പറഞ്ഞാൽ ബാഴ്സയ്ക്ക് ഇപ്പോൾ അറ്റാക്കിങ്ങിലേക്കും ഡിഫൻസ് മിഡ്ഫീൽഡിലേക്കും എല്ലാ ആൾക്കാരായിട്ടുണ്ട്. ഡിഫൻസിലും ഇനി ഉള്ളത് സ്ട്രൈക്കർ റോളിലേക്ക് ഇനിയിപ്പോ ഉലിയൻ ആൽവാരസിനെ നോക്കുന്നതാണ്. ഞാൻ ഈ ഒരു യൂട്യൂബ് തംബ്നെയിലിൽ ഞാൻ പോസ്റ്റ് ഇട്ട എന്താണ്, റോഡ്രിയും ക്യാൻസലോയും ഞാനെന്ന് ഉദ്ദേശിക്കുന്നത് ഞാനല്ല, ആൽവാരസ്. ഈ രണ്ട് സൈനികങ്ങളും നടന്നോട് കൂടിയിട്ട് ഇനിയിപ്പോ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആൽവാരസിന്റെ സൈനിങ്ങിനെ കുറിച്ചാണ്. അതാണ് ഞാൻ ഈ ഒരു തംബ്നെയിലില് റോഡ്രിയും ക്യാൻസലോയും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനല്ല, ആൽവാരസ് ആണ്. എന്താ കാരണം എന്ന് പറഞ്ഞാല് അത്ലറ്റിക്കോ മഡ്രിഡില് അത്ര
സ്റ്റാർട്ടിംഗ് ഒക്കെ ചെയ്തു ട്രെയിനിങ്ങും കാര്യങ്ങളും. അപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇപ്പോൾ അവസാനം നടക്കാൻ പോകുന്ന മത്സരത്തിൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആൽവാരസ്. ആൽവാരസ് അത്ര ഹാപ്പി അല്ല. സിമിയോനായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ, ഫസ്റ്റ് ട്രെയിനിങ് സെക്ഷനിൽ തന്നെ സിമിയോനെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി എന്നുള്ള കേൾക്കുന്നത്. ക്ലബ്ബ് ഒരു കാരണവശാലും ബാഴ്സലോണയ്ക്ക് ബുക്കില്ല എന്നിങ്ങനെ. പക്ഷെ ഇപ്പോ ക്ലബ്ബ് ആൽവാരസിനുള്ള പകരക്കാരെ തേടിക്കൊണ്ടിരിക്കുക എന്നുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും വൈകാതെ ഇനിയൊരു വരും ആഴ്ചകളിൽ തന്നെ ഹൂലിയാൻ ആൽവാരസിന്റെ ഒരു ബിഡിന് വേണ്ടി ബാഴ്സ ശ്രമിക്കും. ആ ഒരു ശ്രമത്തിൽ ബാഴ്സ വിജയിക്കും. അതേപോലെ തന്നെ അത്ലറ്റിക്കോ വേണ്ടിയിട്ട് എന്താ പറഞ്ഞാൽ തനിക്ക് ആ ക്ലബ്ബിൽ കളിക്കാൻ താല്പര്യം, പിന്നെ എന്തിനാണ് ഇവർക്ക് അതിൽ പിടിച്ചു തൂങ്ങുന്നു? ബാഴ്സയിലേക്ക് പോകാൻ താല്പര്യം നല്ല പ്രൈസ് കിട്ടിനെ വിറ്റൂടെ? ഇവർ എന്ത് കിട്ടിയാലും ബാഴ്സയിലേക്ക് വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചങ്ങായിക്കാണെങ്കിൽ ബാഴ്സയിൽ തന്നെ കളിക്കണം വേണം. എന്താ ചെയ്യുക? അപ്പൊ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ എന്തായാലും അത്ലറ്റിക്കോ വിട്ടിട്ട് ഈ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. അല്ലാതിരുന്നാൽ ചങ്ങായി അവിടെ ഈ സീസണും അവസാനിപ്പിക്കും. ചിലപ്പോൾ അടുത്ത സീസണിൽ ചില ടെർമിനേറ്റോ എന്തെങ്കിലും ചെയ്തിട്ട് ആള് ബാഴ്സയിലേക്ക് എത്തും. അപ്പോൾ ഇതിനേക്കാളും ഇപ്പോൾ 68 മില്യനാണ് ആദ്യം അത്ലറ്റിക്കോ വേണ്ടിയിട്ട് സൈൻ ചെയ്തത് ഹൂലിയൻ ആൽവാരസിനെ. അതിനുശേഷം ഇപ്പോൾ 100 സംതിങ് മില്യൺ വരെ പോയിട്ടുണ്ട് ബാഴ്സലോണ. ഏകദേശം 120 മില്യണിലേക്ക് അവസാനിക്കുന്ന വിചാരിച്ചു ബാഴ്സലോണ. ആൽവാരസിനെ കിട്ടിയില്ലെങ്കിൽ ലൗതാറോ മാർട്ടിനസിനെയും അതേപോലെ തന്നെ ലൂയിസ് സുവാരസ് നമ്മുടെ പഴയ ലൂയിസ് സുവാരസ് അല്ല, സ്പോർട്ടിംഗ് സിപിക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന ലൂയിസ് സുവാരസ് എന്ന് പറയുന്ന കൊളംബിയക്കാരനെ തോന്നുന്നുണ്ട്. ചെന്നൈയില് അത്യാവശ്യം നല്ല കളിയൊക്കെയാണ്. അപ്പൊ ആളിനെയൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. എന്നാൽ ലൗതാറോ മാർട്ടിനസിനും 120 മില്യന്റെ അടുത്തൊക്കെ വരും. അപ്പോൾ എന്തായാലും ബാഴ്സ ആൽവാരസിനെ കിട്ടിയില്ലെങ്കിൽ, ഹുലിയാനസിന് കിട്ടിയില്ലെങ്കിൽ മിക്കവാറും സുവാരസിലേക്കാണ് പോവാന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ബാഴ്സ ആരാധകർക്ക് എന്തായാലും നല്ലൊരു ദിവസമാണ് ഇന്നലെ രാത്രി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ കഴിഞ്ഞ മത്സരത്തിൽ 5-2 ഇന്നലെ രാത്രി നടന്ന ഫ്രണ്ട്ലി മത്സരത്തിൽ 5-2 ബാഴ്സലോണ ജയിക്കുന്നത്. അതിലും എല്ലാവരും പുതിയ സൈൻ ചെയ്ത പിള്ളേരൊക്കെ തീ കളിയാണ്. ഗോളുകളും അസിസ്റ്റുകളും ഒക്കെ കൂടി യമാലും എല്ലാവരും അറിയുന്നുണ്ടായിരുന്നു. ഏകദേശം റഫീനയും എല്ലാവരും ഇറങ്ങി കളിച്ചൊരു മത്സരമാണ്. ഇനി പുതിയ സൈനികങ്ങളും കൂടി വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാഴ്സലോണയെ എങ്ങനെ പിടിച്ചു കിട്ടും ഈ സീസണിൽ നിന്ന് കണ്ടു തന്നെ അറിയണം. ഇനി ആകെ ബാഴ്സയ്ക്ക് മുന്നിലുള്ള ചാമ്പ്യൻസ് ലീഗ് എന്ന കിരീടവും ചാമ്പ്യൻസ് ലീഗ് നേടാൻ പറ്റും, അതിനുശേഷമുള്ള ക്ലബ് വേൾഡ് കപ്പിന്റെയും അതേപോലെ തന്നെ എന്താ പറയാ യുഎഫയുടെ പറ്റാവുന്ന കിരീടങ്ങളൊക്കെ നേടുക എന്നുള്ള ഒറ്റ കാര്യം. ഹാൻസിബ്ലിക്ക് അതിനു വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ സീസണിൽ പരിമിതികളിൽ വെച്ച ആള് ഇവിടെയൊക്കെ 2 സീസണുകൾ കളിച്ചു. അപ്പോൾ ഈ ഒരു സീസണിൽ അത്യാവശ്യം 4-5 സൈനികങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈനികളുടെ പരമാവധി യൂട്ടിലിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ബാഴ്സ ആ ഒരു കോച്ചും ബാഴ്സ സ്ക്വാഡും ശ്രമിക്കുമെന്ന് തന്നെ വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഊലിയൻ ആൽവാരസിന്റെയും അതേപോലെ തന്നെ ഒരു സെന്റർ ബാക്ക്, കാരണം ബാഴ്സയ്ക്ക് അനിവാര്യമായ ഒരു കാര്യം ഇപ്പോൾ ഒരു സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കാനാണ്. ലാപ്പോർട്ടയും അതേപോലെ തന്നെ ഒരുപാട് കുട്ടികളന്മാരുടെ ഒക്കെ പേര് വന്നിട്ടുണ്ട്. പക്ഷെ കുട്ടികളന്മാരെ 40 മില്യന് അത്ലറ്റിക് വേണ്ടി സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി 2 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ട് ആ ചങ്ങായിയുടെ പിന്നാലെ ഇപ്പോൾ ഒരു 60-70 മില്യണ് ചങ്ങായിനെ വാങ്ങിക്കും. ഇതാണ് ബാഴ്സയുടെ സ്ഥിരം പതിവ്. എന്താണ് ഊലിയൻ ആൽവാരസിന്റെ കാര്യം നോക്കിയാൽ കഴിഞ്ഞാൽ മതി. മാഞ്ചസ്റ്റർ സിറ്റി 2000 സംതിങ്ങുകളിലാണ് 20 മില്യനാണ് ഓഫർ ചെയ്ത്. ആ സമയത്ത് ഫെറാൻ ടോറസിന് 50 മില്യന് വാങ്ങിച്ചത്. എന്നിട്ട് ഫെറാൻ ടോറസ് എന്തായിരുന്നു എന്നൊക്കെ ബാഴ്സലോണയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനുശേഷം നടന്ന കാര്യം നടന്നത് ഇപ്പൊ 50 മില്യൺ PSG ഫെറാൻ ടോറസ് പോയി. ഇനി ഫെറാൻ ടോറസ് അവിടെ തീ ആയിക്കൊണ്ടിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. ബാഴ്സലോണയിൽ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പക്ഷെ ചങ്ങായിയുടെ ചില പ്രശ്നങ്ങൾ ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള അവസരങ്ങൾ മാത്രമേ ഞാൻ മുതലെടുക്കുള്ളൂ. അല്ലാതെ ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവസാനത്തെ ആ വേൾഡ് കപ്പ് ഫൈനലിൽ ഒരൊറ്റ ഗോളോട് കൂടിയിട്ട് 50 മില്യന്റെ ആ ഒരു ഇതിലേക്ക് ലൂയിസ് ഹെൻട്രിക് PSG കൊത്തിക്കൊണ്ടിരിക്കുക ചെക്കന്. അപ്പൊ എന്തായാലും ഇനി ഗോർഡനെയൊക്കെ വെച്ചിട്ടായിരിക്കും സ്ട്രൈക്കർ റോള് കളിപ്പിക്കുക. പക്ഷെ എന്തായിരിക്കും ഇനി സൈനിങ്ങുകൾ വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളെ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.